തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കരാർ പണികൾക്കായി നൽകിയ ലക്ഷക്കണക്കിന് രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ബന്ധപ്പെട്ട ഫയലുകളും കാണാനില്ല. ആസ്ഥാന കേന്ദ്രമായ തിരുവനന്തപുരം നന്ദൻകോട് മരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസിൽ നിന്നാണ് രേഖകൾ കാണാതെയായത്. കരാറുകാരൻ നൽകിയ വിവരാവകാശ രേഖയ്ക്കുള്ള മറുപടിയിലാണ് ഫയലുകൾ കാണാതെയായി എന്ന വിവരം രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, ഈ കാണാതെയായ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഒപ്പം ഈ ഫയലുകളൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയില്ല. എന്തായാലും കൃത്യമായ ഒരു തിരിമറി അവിടെ നടന്നിട്ടുണ്ട്. ഈ തിരിമറിക്ക് പിന്നിൽ എന്താണ് അണിയറയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? പ്രശാന്ത് പറയും. രാഖി, ദേവസ്വം ബോർഡിൻ്റെ അഴിമതികൾ, അനാസ്ഥകൾ ഓരോ ദിവസവും പുറത്തു വരുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവും. അതായത് ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ കരാർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട തുക കാണാനില്ല എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പരാതികളാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ശ്രീവരാഹം ക്ഷേത്രം, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീവരാഹം ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ശ്രീവരാഹം ക്ഷേത്രവും അതിൻ്റെ ചുറ്റുമതിലും ഉൾപ്പെടെയുള്ളവ, അതായത് ക്ഷേത്രക്കുളവും ചുറ്റുമതിലും ഉൾപ്പെടെ 6 ഏക്കർ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ആൽക്ക കൺസ്ട്രക്ഷൻ കമ്പനി എന്ന ആ കമ്പനിയുടെ പേരിൽ ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹം കരാർ ഏറ്റെടുക്കുന്നത്. ആ കരാർ ഏറ്റെടുത്തതിന് ശേഷം 2 ലക്ഷം രൂപ ഇതിൽ ഡെപ്പോസിറ്റായി കെട്ടുവയ്ക്കുകയും ചെയ്തു. എന്നാൽ പണികൾ പൂർത്തിയാക്കിയതിനു ശേഷം അതിനുശേഷം ഈ ഡെപ്പോസിറ്റായി കെട്ടിവെച്ച തുക തിരിച്ചു നൽകേണ്ടതാണ്. എന്നാൽ അതിനുശേഷം അന്വേഷിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകളോ ഫയലുകളോ ഒന്നും ഈ ഓഫീസിൽ, അതായത് ദേവസ്വം ഓഫീസിൽ കാണാനില്ല എന്ന് അറിയാൻ കഴിയുന്നത്. നിരവധി തവണ ഇദ്ദേഹം പരാതി നൽകിയെങ്കിൽ പോലും പിന്നീട് ഈ കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടുന്നതിനടക്കമുള്ള നടപടിക്രമങ്ങൾ യാതൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിവരാവകാശ രേഖയുമായി ചെല്ലുന്നത്. വിവരാവകാശ രേഖയിലാണ് ഇത്തരം ഫയലുകളെ കാണാനില്ല എന്ന് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഇത്തരത്തിൽ കെട്ടിവെച്ച തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആരോപിക്കുക കൂടി ചെയ്തത്. അങ്ങനെ ഉള്ള ആരോപണം കൂടിയാണ് നിലനിൽക്കുകയും ചെയ്തത്. അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ, അല്ലെങ്കിൽ ഈ കരാർ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥർ തന്നെ തട്ടിപ്പ് നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ കരാറുകാരൻ ആരോപിക്കുകയും ചെയ്തത്. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ദേവസ്വം ബോർഡിനെതിരെ ഉയർന്നു കേൾക്കുന്നതും. ശ്രീവരാഹം ക്ഷേത്രത്തിലെ കരാർ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ക്ഷേത്രക്കുളവും അതോടൊപ്പം തന്നെയുള്ള മറ്റ് ചുറ്റുമതിലടക്കമുള്ളവ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ കരാർ ഏറ്റെടുക്കുന്നത്. കരാർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ദുരനുഭവം തനിക്കുണ്ടാകുന്നത് എന്നതടക്കമാണ് ജനം ടി വിയോട് ഈ കരാറുകാരൻ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ ഡെപ്പോസിറ്റ് തുക മറ്റാരോ കൈക്കലാക്കി എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വിഷയം സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകിയെങ്കിൽ പോലും തുടർന്നും ഈ കേസിലൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ദേവസ്വം ബോർഡിനെ ഇത്തരത്തിൽ അഴിമതിയിലേക്ക് തള്ളിവിടുന്ന, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ തന്നെ സ്വയം അഴിമതിക്കാരാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന തരത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനെ ശരിവയ്ക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ കൂടി പുതിയതായിട്ട് വരുന്ന, അതിൽ മറ്റു ക്ഷേത്രങ്ങളിൽ കൂടി സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് വലിയ രീതിയിൽ ദേവസ്വം ബോർഡിൻ്റെ നാശത്തിലേക്ക് ചെന്നെത്തുക ഉള്ളൂ. കാരണം ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ പെരുമാറുന്നത് അത് ദേവസ്വം ബോർഡിൽ തന്നെയുള്ള വിശ്വാസ്യത അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കറിയാം, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതികളും കെടുകാര്യസ്ഥതകളുമാണ് ഈ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു ഉദാഹരണം കൂടിയാണ്, അല്ലെങ്കിൽ അതിലേക്കാണ് ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതി കൂടിയാണ് പുറത്തു വരുന്നത്. അതും തിരുവനന്തപുരത്ത് തന്നെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ശ്രീവരാഹം ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ ചുറ്റുമതിലും അതോടൊപ്പം തന്നെ ക്ഷേത്രക്കുളവും അടക്കം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാറൊപ്പിട്ട ആ കരാറുകാരനെ തന്നെ വഞ്ചിച്ചു എന്നാണ് ഇപ്പോൾ കരാറുകാരൻ തന്നെ ആരോപണമായും പരാതിയായും ഉന്നയിക്കുന്നത്. രാഖി.